ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ക്രിസ്മസിൻ്റെ സന്തോഷ ലഹരിയിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ പടികൾ കയറി അവന് വേണ്ടി ജീവിക്കാനുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വർഷം ഒന്നായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഈ പുതുവർഷത്തിൻ്റെ ഒരുപാട് തീരുമാനങ്ങളും ദൈവസ്നേഹത്തിൽ വളരണമെന്നുള്ള ആഗ്രഹവും കർത്താവ് സ്വീകരിച്ചിരിക്കുക. ഇനി അതിനു വേണ്ടി മടുപ്പില്ലാതെ അധ്വാനിക്കണമെന്നുള്ളതാണ് നമ്മുടെ കടമ. ഈശോയെ നമുക്ക് സ്നേഹിക്കണം. നമ്മിലൊരാളാകാൻ തക്ക വിധം നമ്മളെ സ്നേഹിച്ച കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അവിടുത്തെ കണ്ടെത്താൻ, അവിടുത്തെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ ജീവിതം എത്രമാത്രം കർത്താവിലേക്ക് നോക്കി നയിക്കണം. ഇത്രയും നല്ലൊരു ദൈവത്തെ മറ്റാർക്കാണ് സ്വന്തമാക്കാൻ കഴിയുന്നത്? ആകയാൽ ഈ പുതുവർഷത്തിൽ ഈശോ വേദനിക്കരുത്. ഞാൻ മൂലം എൻ്റെ ഈശോ വേദനിക്കരുത്. അവനെ സന്തോഷിപ്പിക്കണം. അവൻ പറഞ്ഞു, നീ എൻ്റെ കൂട്ടുകാരനാണ്, അതിനൊറ്റ കാര്യം ചെയ്താൽ മതിയെന്ന് അവിടുന്ന് പറഞ്ഞു, എൻ്റെ കൽപ്പന പാലിക്കുക. ആ കൽപ്പന അടിവരയിട്ട് അവൻ വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാനൊരു പുതിയ പ്രമാണം നിനക്ക് തരികയാണ്, ഞാൻ സ്നേഹിച്ചതുപോലെ നീയും സ്നേഹിക്കണം. അപ്പോൾ യേശുവിലേക്ക് നോക്കി അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളു നിറയ്ക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ഈശോയുടെ ജീവിതത്തിലെ ആ പുൽക്കൂട്ടിൽ വന്ന് പിറന്ന അനുഭവത്തിന് ശേഷം ആട്ടിടയന്മാർ അവിടത്തെ വന്ന് കണ്ട് ഈ ശോചനീയമായ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ട് അവരിൽ ചിലർ അവരുടെ പരിചയക്കാരോടും സ്വന്തക്കാരോടും ഒക്കെ പറഞ്ഞ് മാതാവിനും യൗസേപ്പിതാവിനും ഉണ്ണിയെയും കൊണ്ട് ജീവിക്കാൻ ഒരു ഭവനമൊക്കെ തയ്യാറാക്കി. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം എന്ന പുസ്തകമാണത് പറയുന്നത്. അവിടെ ഒരുവിധം സുഖമായി അവർ കഴിയുന്നു. യൗസേപ്പിതാവിന് പയ്യെ പയ്യെ ജോലികളൊക്കെ കിട്ടി, ആശാരിപ്പണി അതുമൊക്കെ ചെയ്ത് ആ കുടുംബം അങ്ങനെ ജീവിക്കുന്നു. അപ്പോഴാണ് അവരുടെ ആചാരമനുസരിച്ച് 8-ാം ദിവസം ഉണ്ണി യേശുവിനെ സമർപ്പിക്കാനായി ദേവാലയത്തിൽ കൊണ്ടുപോകുന്നത്. പ്രത്യക്ഷീകരണം എന്ന് അതിനെയും വിളിക്കാറുണ്ട്. കർത്താവ് അവിടെ ചെല്ലുമ്പോൾ ആരവനെ തിരിച്ചറിഞ്ഞു? യുഗങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽക്കാരുടെ പ്രതീക്ഷാ വിഷയമാണ്. പരദീസ നഷ്ടപ്പെട്ടപ്പോഴേ ദൈവം അവിടെ വാഗ്ദാനം കൊടുത്തു, ഒരു രക്ഷകനെ തരും. ആ രക്ഷകന് വേണ്ടി പിന്നീടുള്ള കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളിൽ ജനങ്ങൾ മുറവിളി കൂട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആകാശം പിളർന്ന് ഞങ്ങൾക്ക് രക്ഷകനെ താ, ഭൂമി പിളർന്ന് ഞങ്ങൾക്ക് രക്ഷകനെ താ, രക്ഷകനെ അയക്കണം, ദൈവമേ ഞങ്ങൾക്ക് രക്ഷകനെ തരണം. എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷയും രക്ഷകൻ അവരെ വന്ന് രക്ഷിക്കുമെന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള ആ പ്രാർത്ഥനകൾക്ക് ഒരവസാനം കുറിച്ചുകൊണ്ടാണ് മറിയത്തെ ദൈവമാതാവാകാൻ ദൈവം തിരഞ്ഞെടുത്തത്. നമുക്കതൊക്കെ അറിയാം, വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ രക്ഷകൻ, പ്രതീക്ഷാ വിഷയമായ രക്ഷകൻ എങ്ങനെ വന്ന് പിറക്കും? അവിടെയാണ് പ്രശ്നമുണ്ടായത്. അവർ വിചാരിച്ചിരുന്നത് ഒരു വലിയ രാജാവായിട്ടോ പ്രഭുവായിട്ടോ അത്ഭുത പ്രവർത്തകനായിട്ടോ ഒക്കെ അവൻ വാനമേഘങ്ങളിൽ വന്ന് അവരുടെ നടുവിലെത്തുമെന്ന്. പക്ഷേ ദൈവം എത്ര വിനീതനായി പുൽക്കൂട്ടിൽ വന്ന് പിറക്കുമെന്ന് ചിന്തിക്കാൻ പോലും അവരെ കൊണ്ട് സാധിച്ചില്ല. ഈ വൈക്കോലിൽ കിടക്കുന്ന തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്ന ഈ പിഞ്ചു കുഞ്ഞ് വരാനിരിക്കുന്ന രക്ഷകനാണെന്ന് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ട് പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. ഇന്നും രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഹോദരങ്ങളില്ലേ? അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ രക്ഷകൻ വരാതിരുന്നത് കൊണ്ട്
സ്വീകരിക്കാൻ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം സ്വർഗം രക്ഷകൻ്റെ വരവറിയിച്ചത് നമ്മൾ കണ്ടല്ലോ, ആട്ടിടയന്മാരെയാ. എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട ആട്ടിടയന്മാർ മാലാഖന്മാരുടെ പാട്ടും കേട്ട് അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ മാലാഖ പറയുന്നു, ഇതാ ഒരു സന്തോഷ വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ഈശോ പിറന്നിരിക്കുന്നു. അവർക്കത് വിശ്വസിക്കാൻ ഒരു കുഴപ്പമുണ്ടായില്ല. എവിടെ, എങ്ങനെ കണ്ടെത്തും? ഇതാ ഒരടയാളം, പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ പുൽക്കൂട്ടിൽ ശയിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും, അതാണ് രക്ഷകൻ. മാലാഖന്മാരുടെ പാട്ടൊക്കെ തീർന്ന് അവർ സ്വർഗത്തിലേക്ക് പോയതേ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, ഈ പറഞ്ഞ മഹാരഹസ്യമില്ലേ, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാന്നേ. അപ്പോൾ ആ കൂട്ടത്തിലെ ഒരാട്ടിടയൻ യൗസേപ്പിനെയും മേരിയെയും നേരത്തെ കണ്ടതാ. സ്ഥലം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തതാ. അവൻ പറഞ്ഞു, എല്ലാവരും റെഡിയായി വാ, എനിക്കറിയാം വഴി, നമുക്ക് ഉടനെ പോകണം. ഉള്ളതെല്ലാം പെറുക്കിയെടുത്ത് ഉണ്ണിക്ക് കൊടുക്കാൻ വേണ്ടി ആ കൊച്ചു സംഘം പോകുന്ന പോക്കേ അവർ ഉണ്ണിയുടെ അടുക്കലെത്തി. വചനം പറയും, മേരിയോടും ജോസഫിനോടും കൂടെ അവർ ഉണ്ണിയെ കണ്ട് നമസ്കരിച്ചു, ആരാധിച്ചു. ഒഴുകുന്ന കണ്ണുനീരോടെ തങ്ങളുടെ പാവപ്പെട്ട സമ്മാനങ്ങൾ അതിലും പാവപ്പെട്ട തിരുക്കുടുംബത്തിൻ്റെ മുൻപിലേക്ക് വെച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരായി. പ്രത്യക്ഷീകരണം നടന്നത് ആർക്കാ? സാധുക്കളായ ആട്ടിടയന്മാർക്ക്. അഹന്തയില്ലാത്ത, വിശ്വസിക്കാൻ കഴിയുന്ന, മാലാഖമാർ പറഞ്ഞത് അപ്പാടെ സത്യമെന്ന് ഏറ്റെടുത്ത് അതനുസരിച്ച് പ്രവർത്തിച്ച ആട്ടിടയന്മാർക്ക്. അമ്മ യേശുവിനെയും കൊണ്ട് 8-ാം ദിവസം ദേവാലയത്തിൽ ചെന്നു. ഈ പൊതിഞ്ഞ് തണുപ്പടിക്കാതെ സൂക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞ് വരാനിരിക്കുന്ന രക്ഷകനാണെന്ന് അവിടെയുള്ള പുരോഹിതന്മാർക്കോ മറ്റ് ശുശ്രൂഷകർക്കോ മനസ്സിലായില്ല. ഒരു സാധാരണ കുഞ്ഞ്, ഒരു പാവപ്പെട്ട അപ്പൻ്റെയും അമ്മയുടെയും കുഞ്ഞ്. പാവപ്പെട്ടവർ തരുന്ന കാഴ്ചകളാണ് അവർ സമർപ്പിച്ചത്. അങ്ങനെ അവരാ കർമ്മങ്ങളൊക്കെ നടത്തി. അപ്പോഴാണ് പെട്ടെന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വൃദ്ധനായ ശിമയോൻ വടിയൊക്കെ കുത്തിപ്പിടിച്ച് മുമ്പോട്ട് വന്നത്. അങ്ങേരെ മാതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, കൊച്ചിനെ ഒന്ന് തരാമോ, ഞാനൊന്ന് എടുത്തോട്ടെ. ആ വൃദ്ധകരങ്ങളിലേക്ക് മേരി സന്തോഷത്തോടെ തൻ്റെ പൊന്നുമോനെ വെച്ചു കൊടുത്തു. മറോട് ചേർത്ത് ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാ, നീ അനുഗ്രഹിക്കപ്പെട്ട മിശിഹായ, അനേകരും നീ മൂലം രക്ഷപ്പെടും, കുറേ പേര് നീ മുഴുവൻ തകരുകയും ചെയ്യും. എല്ലാം പറഞ്ഞിട്ട് മാതാവിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തപ്പോൾ ശമയൻ ഒരു കാര്യം പറഞ്ഞു, സ്ത്രീയെ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും കേട്ടോ. കാര്യം മാതാവിനറിയാം. ആ ദേവാലയത്തിൽ കഴിഞ്ഞ നാളുകളിൽ അവൾ ധ്യാനിച്ചതാ, ഇതൊക്കെ കേട്ടതാ, ഗ്രഹിച്ചതാ. പക്ഷേ ഇത് പിന്നെയും കേട്ടപ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമം. യൗസപിതാവിൻ്റെ അടുത്തേക്ക് അവൾ കുറച്ചും കൂടി മാറി നിന്നു. അപ്പോൾ അവളെ ദേവാലയത്തിൽ പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത അന്ന എന്ന പ്രവാചക അവളുടെ അടുക്കിലേക്ക് ചെന്നു. അന്ന പറഞ്ഞു, മേരി, ഒരു തരത്തിലും നീ വിഷമിക്കരുത്. രക്ഷകൻ്റെ അമ്മയായി ദൈവം നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ നിന്റെ കണ്ണുനീരും നൊമ്പരവും തുടച്ചു മാറ്റാൻ സ്വർഗത്തിൽ നിന്നൊരു മാലാഖയെ അയക്കാൻ പോലും അവന് സാധിക്കില്ലേ? നിനക്ക് തങ്കപ്പെട്ട ഒരു ഹൃദയം ദൈവം തരും, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അങ്ങനെ പ്രത്യക്ഷീകരണത്തിൽ പങ്കുചേരാൻ അന്നായ്ക്കും ശിമയോനും കഴിഞ്ഞു. ബാക്കിയുള്ളവരിൽ പലരും പറഞ്ഞു കാണും, അല്പം ലൂസ, എന്തൊക്കെയേ വിളിച്ചു കൂണേ. അവർക്കൊന്നും ഇതാരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വചനം വായിച്ചു വരുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്നൊരു ഭാഗമാണ്
നമ്മൾ പൂജാ രാജാക്കന്മാരെന്നും വിദേശത്ത് നിന്ന് വന്ന വിജ്ഞാനികളെന്നും പറയുന്ന അവരുടെ സന്ദർശനം ഏതായാലും കഴിവുള്ളവരാ, അറിവുള്ളവരാ. അതുകൊണ്ട് ഒരു വർഷത്തോളം അലഞ്ഞു നടന്ന് നക്ഷത്രത്തിൻ്റെ ഗതിവിഗതികൾ പഠിച്ച് അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. 3 പേര് 3 സ്ഥലത്തുനിന്ന് ഒരുമിച്ച് കൂടിയാണ് വരുന്നത്. ഒരു നക്ഷത്രം അവരെ വഴികാട്ടി. സ്വാഭാവികമായിട്ടും ജനിച്ച ശിശു രാജകുമാരനാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലേക്കാണ് അവർ ചെന്നത്. അതാണല്ലോ സ്വാഭാവികമായിട്ടുള്ള രീതി. അവിടെ ചെന്ന് അന്വേഷിച്ചതോ, യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞിരിക്കുന്ന ശിശു എവിടെ? ഹെറോദേസിന് ഇതിലും കൂടുതൽ എന്തെങ്കിലും കേൾക്കണോ? അയാൾ ആകെ പരിഭ്രമിച്ചു. മറ്റൊരു രാജാവോ പിറന്നിരിക്കുന്നോ? അങ്ങേർക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട പുരോഹിതന്മാരെയും ഫരിസേയരെയും ഒക്കെ വിളിച്ചുകൂട്ടി. എവിടെയാണ് മിശിഹ ജനിക്കുന്നത്? അവിടെ ഒരു ചിന്തയും കൂടാതെ തന്നെ ഉത്തരം പറഞ്ഞു, ബെത്ലഹേമിൽ. മിക്ക പ്രവാചകനിലൂടെ കർത്താവ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബെത്ലഹേമിലാണ് രക്ഷകൻ പിറക്കുന്നത്. അതറിഞ്ഞിട്ടും ആ രക്ഷകനെ കണ്ടെത്താൻ അവർ പരിശ്രമിച്ചില്ല. എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം, അതായിരുന്നു ഹെറോദസിൻ്റെ പ്ലാൻ. എത്ര നീചമായിട്ടാണ് അദ്ദേഹം അതിന് കരിക്കൽ നീക്കിയത്. ഇതൊന്നും മനസ്സിലാകാത്ത ആ വിജ്ഞാനികളെ വിളിച്ച്, നിങ്ങൾ പോയി കുഞ്ഞിനെ കണ്ടുപിടിക്കണം കേട്ടോ, എവിടെയാണെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം. ആരാധിച്ച് തിരിച്ചു വരുമ്പോഴേ എൻ്റെ അടുത്ത് വന്നൊന്ന് പറയണേ, എനിക്കും പോയി ആരാധിക്കാൻ. കള്ളൻ എന്നല്ലാതെ എന്തു പറയും? അയാളുടെ മനസ്സിലെന്താ? കുഞ്ഞെവിടെയാണെന്നറിഞ്ഞാൽ ഉടനെ പോയി കൊല്ലണം. ദൈവപരിപാലനയിൽ രാജാക്കന്മാർ വേറെ വഴിക്ക് തിരിച്ചുപോയി. കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ ഉടനെ ഹെറോദസ് രാജാവ് ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഒത്തിരി കരച്ചിൽ, ഏറെ സങ്കടം. എന്തിനാ? ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ രാജാധികാരം മോഷ്ടിക്കുമെന്ന് പേടിച്ചിട്ട്. അങ്ങനെ ദൈവത്തിൻ്റെ കരം അവിടെയും പ്രവർത്തിച്ചു. നമുക്കും രക്ഷകനെ കണ്ടെത്തണ്ടേ? ക്രിസ്മസിൻ്റെ മനോഹരമായ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയി. ഒരുപാട് സമ്മാനങ്ങൾ, നല്ല ഭക്ഷണം, എല്ലാം ക്ഷേമമായിരുന്നു. ദേവാലയത്തിലെ പുൽക്കൂട്, അതിന് കിട്ടിയ സമ്മാനം മനോഹരമായിരുന്നു. ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾ, തിരിയും കത്തിച്ചുകൊണ്ടുള്ള ആ പ്രദക്ഷിണം, ഇതിലൊക്കെ നമ്മൾ പങ്കുചേർന്നു. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ടോ? അവൻ നമുക്ക് പ്രത്യക്ഷപ്പെട്ടോ? നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കത്തക്ക വിധം ആ ഉണ്ണി ഈശോയിൽ എൻ്റെ രക്ഷകനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞോ? ഓ എൻ്റെ ദൈവമേ, രക്ഷകനായി എന്നിലേക്ക് വരണമേ എന്ന് എപ്പോഴെങ്കിലും ഉള്ളൊരുകി ഞാൻ പ്രാർത്ഥിച്ചോ? അതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ക്രിസ്മസ് ആഘോഷിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി? സമ്മാനം എന്ത് കിട്ടിയെന്നല്ല, എൻ്റെ കർത്താവിൽ നിന്ന് എന്ത് കിട്ടി? എനിക്കവനെ കുറേ കൂടി അടുത്തറിയാനും കുറേ കൂടി സ്നേഹിക്കാനും അവൻ്റെ സ്വന്തമായി തീരാനും സാധിച്ചോ? എങ്കിലേ ഫലമുള്ളൂ. ഒറ്റ നോട്ടത്തിൽ, ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ വലിയ മാനസാന്തരം സംഭവിച്ച എത്രയോ പേരെ നമുക്കറിയാം. അതുപോലൊരു മാറ്റം എന്നിലും സംഭവിച്ചെങ്കിൽ അതിനല്ലേ ഈശോ ആഗ്രഹിക്കുന്നത്? എൻ്റെ പഴയ മനുഷ്യൻ മെല്ലെ മെല്ലെ എന്നിൽ നിന്ന് അകന്നു പോകണം. എന്നിട്ട് നന്മയാൽ നിറഞ്ഞ ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു പുതിയ വ്യക്തിത്വം എനിക്ക് കിട്ടണം. ഇതാണ് കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ ജീവിതം തിരുമൽ കാഴ്ചയായിട്ട് എനിക്ക് സമർപ്പിക്കാം യേശുവിൻ്റെ മുമ്പിൽ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ചിന്തിക്കരുത്
നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഈശോ വരുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ പ്ലാൻ ചെയ്തു കൊടുത്ത സംഭവങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്. കർത്താവിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. നമുക്ക് ഇന്ന് വരെയുള്ള കാര്യങ്ങളെ അറിയാവൂ. അവിടത്തേക്കോ ആരംഭം തൊട്ട് അവസാനം വരെ എല്ലാം അറിയാം. അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവല്ലേ തനിക്കുള്ള ഒരേ ഒരു മകനെ നോക്കിക്കേ, തണുത്തു വിറയ്ക്കുന്ന ആ പുൽക്കൂട്ടിൽ നമ്മിലൊരാളെ പോലെ അവൻ സമ്മാനിച്ചത്. അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതിരിക്കാൻ ആ മകനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. ഇതിലും വലിയൊരു തെളിവ് വേണോ അവൻ്റെ സ്നേഹത്തെക്കുറിച്ച്? ആ ദൈവം ഇത്രയൊക്കെ ചെയ്തെങ്കിൽ അവൻ നമ്മളെ ഉപേക്ഷിക്കൂ? അവൻ തരുന്നവ നമുക്ക് ദ്രോഹകരമാവോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്നത് 2 കൈയും നീട്ടി സ്വീകരിക്കണം. സ്വീകരിക്കാൻ പരിശ്രമിക്കാം എന്ന് പറഞ്ഞാൽ പോരാ, സ്വീകരിക്കണം. അവിടത്തേക്ക് നന്ദി പറയണം. ഇതെൻ്റെ നന്മയ്ക്കാണെന്ന് ദൃഢമായിട്ട് വിശ്വസിക്കണം. കർത്താവേ, നീ എനിക്കെന്ത് തന്നാലും നിൻ്റെ കയ്യിൽ നിന്ന് ആ സമയത്ത് എനിക്ക് ആവശ്യമുള്ളതിൽ ഏറ്റവും ബെസ്റ്റാണ് നീ തന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തരുന്നത് കൊണ്ട് ആരും നശിച്ചു പോകില്ല. ഓർക്കുന്നുണ്ടോ ആ കാറും കോളും നിറഞ്ഞ ദിവസം ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞു പോകുമ്പോൾ ഈശോ അമരത്തൊരു തലയിണയും വെച്ച് കിടന്നുറങ്ങുന്നത്? അവരോർത്തു ഈശോയ്ക്കൊരു ശ്രദ്ധയുമില്ലെന്ന്. ഇപ്പം എല്ലാവരും നശിച്ചു പോകുമെന്ന്. അവർ ചാടിച്ചെന്ന് ഈശോയെ കുലുക്കി എഴുന്നേൽപ്പിച്ചു. എന്താ ഈശോ പറഞ്ഞത്? കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്നത് ഈശോ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെട്ടു? ഞാനല്ലേ ഇത്? എന്തിനാ നിങ്ങൾ പേടിച്ചത്? ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇങ്ങനെയൊക്കെ ഉറങ്ങിയെന്ന് വരും. അവിചാരിതമായ പലതും സംഭവിച്ചെന്ന് വരും. എല്ലാം നശിക്കുന്നു എന്നൊരു പ്രതീതി നമുക്ക് വന്നെന്ന് വരും. ഭയപ്പെടരുത്. അവനിൽ ഉറച്ചു വിശ്വസിക്കുക. അവൻ കൂടെയുള്ളപ്പോൾ ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കാനില്ല. ഇത് മാതാവിനും യൗസേപ്പിതാവിനും നല്ലതുപോലെ അറിയാമായിരുന്നു. യേശു തങ്ങളുടെ ഒപ്പമുള്ളപ്പോൾ എന്തു വന്നാലും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് കർത്താവിൻ്റെ നന്മയിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു. നമ്മുടെയും ജീവിതം, നാം ചെയ്യുന്ന ജോലി, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബാന്തരീക്ഷം, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന പരാജയങ്ങൾ, ഹൃദയത്തിന് ആനന്ദം തരുന്ന വിജയങ്ങൾ എല്ലാം ദൈവമായ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ഇതെല്ലാം അവിടുന്ന് തരുന്നതാണെന്നും എൻ്റെ നന്മയ്ക്കായി തരുന്നതാണെന്നും വിശ്വസിച്ചാൽ നമുക്കെങ്ങനെ പിറുപിറുക്കാൻ കഴിയും? എല്ലാം സമർപ്പിച്ചിട്ട് അവനെ നമുക്ക് സ്തുതിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിത്തീരും. ദൈവമേ, നീ തരുന്നതിനൊക്കെയും നിന്നെ സ്തുതിക്കുവാനും നിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുവാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് ഓരോ പ്രഭാതത്തിലും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കാതെ മാനുഷികമായിട്ട് ഇവിടെയൊക്കെ ജയിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ആകയാൽ ഈ പ്രത്യക്ഷീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലായിടത്തും അവൻ്റെ പരിപാലന കാണാൻ, എല്ലായിടത്തും എന്നെ സ്നേഹിക്കുന്ന അവിടുന്ന് എനിക്ക് വേണ്ടി ഇതെല്ലാം ക്രമീകരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവമായ കർത്താവിനെ കണ്ടെത്തിയാൽ, അവൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, അവൻ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചാൽ എല്ലാം ശുഭമായി. എനിക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. എന്നെ നയിക്കുന്നവൻ എനിക്കൊരാപത്തും വരുത്തില്ല എന്നുള്ള എൻ്റെ വിശ്വാസം എനിക്ക് ശക്തി പകർന്നുകൊള്ളും. ചില കൊച്ചുമക്കളെ കണ്ടിട്ടില്ലേ? ഞാനൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. മൂത്തതായതുകൊണ്ട്
ഇളയറ്റുങ്ങളെ അപ്പച്ചൻ ലാളിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കും. എൻ്റെ കൊച്ചാങ്ങളമാരെ കുഞ്ഞായിരിക്കുമ്പോൾ ശക്തനായ വലിയ അപ്പച്ചൻ വാരിയെടുത്തിട്ട് കൊഞ്ചിച്ച് തമാശയൊക്കെ പറഞ്ഞ് കിടുകിടാ ചിരിക്കുന്ന കുഞ്ഞിനെ മുകളിലോട്ട് എറിയും. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ അന്ന് അങ്ങനെ എറിയും. ആ കൊച്ച അയ്യോ പാവോന്ന് കരയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ചനാണ് എറിഞ്ഞത്. ആരും പിടിക്കാനില്ല. തന്നെ വായുവിലൂടെ പൊങ്ങിപ്പോയിരിക്കുക. അതേ സ്പീഡിൽ തിരിച്ചും വരുന്നുണ്ട്. പക്ഷെ അവന് ചിരി മാത്രമേ ഉള്ളൂ. കാരണം അവൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ അപ്പച്ചൻ അവനെ ബലമായി പിടിച്ച് മടിയിലിരുത്തുമെന്ന് അവനറിയാം. ഇതേപോലെ ദൈവം നമുക്ക് എന്ത് തരുമ്പോഴും അയ്യോ ഞാൻ തകർന്നു, ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല, എൻ്റെ കാര്യം പോക്കായി എന്ന് പറയരുത്. അത് നമുക്ക് ദൈവത്തെ പരിചയമില്ലാഞ്ഞിട്ടാ. അവൻ ഒരിക്കലും ഞാൻ തകരാൻ അനുവദിക്കില്ല. കർത്താവിന് ഞാൻ പ്രിയപ്പെട്ടവളാണെന്നേ. അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് ഒരു തിന്മയും വരാൻ അവൻ അനുവദിക്കില്ല. അവൻ പറഞ്ഞില്ലേ, 2 തൊട്ടിന് കിളിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ടല്ലോ, അതിലൊന്നു പോലും എൻ്റെ പിതാവ് അറിയാതെ താഴെ വീഴില്ല. നിങ്ങളതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠരാ. ആകാശത്തിലെ കിളികളെ അവൻ ചൂണ്ടിക്കാട്ടിയില്ലേ? വയലിലെ പുഷ്പങ്ങളെ അവൻ കാണിച്ചില്ലേ? അവയൊക്കെ ദൈവം ഇത്ര മനോഹരമായി പരിപാലിക്കുന്നെങ്കിൽ നിങ്ങളെയോ, നിങ്ങൾ എത്രയോ എത്രയോ വിലപ്പെട്ടവരാ. ആകയാൽ നമുക്ക് അഭിമാനിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി എല്ലാം ക്രമീകരിക്കുന്നു. അവൻ ഉറങ്ങുന്നില്ലല്ലോ, അവൻ മയങ്ങുന്നില്ലല്ലോ. ആകയാൽ എൻ്റെ ദൈവമേ, നിൻ്റെ പരിപാലനയിലേക്ക് എല്ലാം ഞാൻ വെച്ച് തരുന്നു. നിൻ്റെ സ്നേഹത്തിന് എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. നീയുള്ളപ്പോൾ എനിക്കൊന്നിനും കുറവ് വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെയും എനിക്കുള്ള എല്ലാറ്റിനെയും നിൻ്റെ കരങ്ങളിലേക്ക് തന്നുകൊണ്ട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അപ്പച്ചാ നന്ദി. ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നിനക്ക് നന്ദി പറഞ്ഞ് എൻ്റെ ജീവിതം മനോഹരമാക്കാൻ എന്നെ സഹായിക്കണം. ആമേൻ.